ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഇന്നലെ പരിശുദ്ധ കുർബാനയിലുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ്. ഇത് കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ ഇത് പറയണമെന്ന് വലിയൊരു പ്രേരണ. എന്തായാലും ഇന്നലെ മഞ്ഞുമാതാവിൻ്റെ തിരുനാളായിരുന്നല്ലോ, ഓഗസ്റ്റ് 5-ാം തീയതി. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രയറിൽ മഞ്ഞുമാതാവിൻ്റെ തിരുനാളിന് വേണ്ടിയൊക്കെ ഒരുങ്ങുമായിരുന്നു. പള്ളിപ്പുറത്താണ് അത് കിടക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങോട്ട് എത്താൻ ഇപ്പോൾ തൽക്കാലം പറ്റില്ല. അതുകൊണ്ട് മൊബൈലിൽ എല്ലാ ശുശ്രൂഷകളും കണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പൊതുവേ ഞാനിങ്ങനെ മഞ്ഞുമാതാവിൻ്റെ കുർബാനകളും അതുപോലെ സെയിൻറ്റ് ആൻ്റണീസ് കൊരട്ടി ഷ്രൈൻ അതിലത്തെ കുർബാനകളൊക്കെ വയ്യാണ്ടിരിക്കുമ്പോൾ അതൊക്കെ കാണും. വേളാങ്കണ്ണി മാതാവിൻ്റെ കുർബാനയൊക്കെ കാണും. അങ്ങനെ ഞാൻ ഈ മഞ്ഞുമാതാവുമായിട്ട് വലിയ സ്നേഹത്തിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മഞ്ഞിറക്കി മക്കളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ അമ്മ മാതാവ് അടയാളം തരുകയും ചെയ്യും. അപ്പം ഇന്നലെ മഞ്ഞുമാതാവിൻ്റെ തിരുനാൾ, ഇത് ഞാൻ ബുധനാഴ്ചയാണ്, ഇന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നലെ ചൊവ്വാഴ്ച മഞ്ഞുമാതാവിൻ്റെ തിരുനാളായതുകൊണ്ട് ഞാൻ ഇടവക പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുമ്പോൾ അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണെന്നും ഏറ്റവും വലിയ പ്രാർത്ഥനയാണെന്നും അതിലാണ് ഈശോയും പിതാപുത്ര പവിത്രാത്മനൊക്കെ ഇറങ്ങി വരുന്നതെന്നും നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ അതിങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു അനുഭവം കിട്ടുമ്പോൾ ഒന്നുകൂടെ വലിയൊരു സന്തോഷം, പിന്നെ എന്തൊക്കെ മനസ്സിലുണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ പരിശുദ്ധ കുർബാനയ്ക്ക് ഇടവക പള്ളിയിലേക്ക് പോവുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഇടവക ഒരു പാവം കൊച്ചിടവകയാണ്. എന്നാലോ പള്ളിയുടെ ഉള്ളിൽ കയറിയാൽ നല്ല അനുഭവമാണ്. ഒരു കോടിക്കണക്കിന് രൂപയുള്ള പള്ളിയൊന്നല്ല, കടം വാങ്ങിയും ഞങ്ങളൊക്കെ അധ്വാനിച്ചും ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിലേക്ക് കയറുമ്പോൾ അന്ന് പള്ളിയുടെ അടിത്തറ കോരുമ്പോഴുള്ള മണ്ണ് ചുമക്കാൻ എല്ലാവരും നിന്നതും കൊള്ളിയും കാപ്പിയൊക്കെ കഴിച്ചത് ഓർക്കും. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പള്ളി ഉണ്ടായത്. 85 ലക്ഷം രൂപയിലൊരു പള്ളി. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട്. നിങ്ങൾക്കറിയാം ഗ്രോട്ടോയിൽ അത്ഭുതം നടന്നത്. ഞാനിങ്ങനെ ഓരോ പള്ളിയിലെ പടികൾ കയറുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേട്ടിട്ട് അതിലത്തെ നല്ല അനുഭവങ്ങളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ യഥാർത്ഥ പെന്തക്കോസ്ത അനുഭവത്തിൽ ഇപ്പോൾ സിസ്റ്ററായിരിക്കുന്ന മരിയ സഹോദരി പറഞ്ഞിട്ടുണ്ടല്ലോ, ദേവാലയത്തിൻ്റെ പടികൾ കയറുമ്പോൾ കർത്താവെ എന്നെ വിശുദ്ധിയുടെ പടവുകൾ കയറ്റണമേ എന്ന്, വിശുദ്ധി കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം ഗ്രൗണ്ട് കഴിഞ്ഞ് കൊടിമരം കാണുമ്പോൾ ഞാൻ പറയും, ഇന്ന് ഇതാ കുരിശ് നിൽക്കണു, ഈ കുരിശിൻ്റെ ഒരു അണ്ടറിലാണ് ഞങ്ങൾ. അമ്മേനെ നോക്കുമ്പോൾ ഞാൻ പറയും, അമ്മ ആണ് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥ, അമ്മയുടെ മേലങ്കിക്ക് കീഴിലാണ് ഞങ്ങൾ. പിന്നെ പടികൾ കയറുമ്പോൾ ഞാൻ എപ്പോഴും പറയും, കർത്താവ് ഇപ്പോൾ സ്റ്റെപ്പൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് പതുക്കെ കയറുമ്പോൾ പറയും, വിശുദ്ധിയുടെ പടവുകൾ കയറാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. അതുപോലെ നമ്മൾ അന്നാവെള്ളം തൊട്ട് കുരിശ് വരയ്ക്കുമ്പോൾ ശുദ്ധീകരാത്മാക്കളെ പ്രത്യേകം ഓർക്കും. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് ബാക്കിയുള്ള അന്നാവെള്ളം തെളിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയും. പിന്നെ നമ്മൾ പോകുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കാവൽ മാലാഖയുടെ കാഴ്ചക്കൊട്ടയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തലേദിവസം തന്നെ ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും പൊതു നിയോഗം ആദ്യം തന്നെ നമ്മുടെ പാപം നിറഞ്ഞ ഹൃദയത്തിൻ്റെ പരിഹാരമായിട്ടാണ് ബലി നടക്കുന്നത്. അതാണ് നമ്മൾ കാഴ്ചയിടുക. രണ്ടാമത് നമ്മുടെ സകല ശുദ്ധീകരാത്മാക്കളെയാണ്. മൂന്നാമത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നാലാമത് നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ, എന്തൊക്കെ നിയോഗങ്ങൾ, വേദനകൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ അനുദിന ജീവിതത്തെ എല്ലാം കാഴ്ചവെക്കാം. പിന്നെ നമ്മൾ സ്വർഗപിതാവിന് കൃതജ്ഞതയും ആരാധനയും സ്തുതിയും തേസ് ബഹൂത്ത ഇക്കാറ തവദീത്ത സെദ്ദൂത്ത, ഇങ്ങനെ 4 വാചകങ്ങളുണ്ട് അതിൻ്റെ. സ്തുതി, ബഹുമാനം, കൃതജ്ഞത, ആരാധന എന്നൊക്കെ പറഞ്ഞത് കുർബാനയെ കുറിച്ച് ഞങ്ങളുടെ കുർബാനയുടെ അച്ഛൻ എന്നാണ് ഞങ്ങൾ പറയുക. ഫാദർ ജോൺസൺ ചിറ്റിലപ്പള്ളി അച്ഛനാണ് എൻ്റെ ഗുരു. 7 വർഷം ഞാൻ അച്ഛൻ്റെ കീഴിലാണ് തിയോളജിയും കുർബാനയുടെ പഠനമൊക്കെ കഴിഞ്ഞത്. അച്ഛൻ പഠിപ്പിച്ച് തന്ന അറിവേ ഞങ്ങൾക്കുള്ളൂ.
അപ്പം അത് ഞാൻ എപ്പോഴും ഓർക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിതാവിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും ഒക്കെ. സ്തുതി, ബഹുമാനം, കൃതജ്ഞത, ആരാധന ഇത് കൊടുക്കലാണ് പരിശുദ്ധ കുർബാന. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പുത്രൻ്റെ സഹനബലി, തിരുശരീര രക്തങ്ങൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സ്വീകരിക്കുക. അതാണല്ലോ പരിശുദ്ധ കുർബാന. ആ സ്വീകരിച്ചിട്ട് സ്വർഗവാതിൽ നമുക്ക് വേണ്ടി തുറന്നു തരും. അതായത് ആദ്യ മാതാപിതാക്കളെ പാപം ചെയ്തപ്പോൾ പറുദീസന്ന് പുറത്താക്കി, എന്നിട്ട് കെരൂബുകളെ കാവൽ നിർത്തി. എന്നിട്ടും പിതാവിന് സങ്കടം തോന്നി. ഈ മക്കളെ എത്തിച്ചു നോക്കിയപ്പോൾ ഇവർ പറുദീസയുടെ പുറത്തുനിന്ന് കരയണ കണ്ടപ്പോൾ ഇവരെ രക്ഷിക്കണം. കാരണം പിതാവിൻ്റെ മക്കളല്ലേ നമ്മൾ. നമ്മുടെ മക്കളെ എത്ര തെറ്റ് ചെയ്താലും നമുക്ക് അവർ നമ്മോട് ചേരണം എന്നല്ല ആഗ്രഹം ഉണ്ടാകുക. അതുപോലെ തന്നെ പിതാവിന് അതിനേക്കാളുപരി നമ്മൾ അന്വേഷിച്ചു വരുന്ന ദൈവം, നമ്മുടെ പിന്നാലെ നമ്മെ സ്നേഹിച്ചു വരുന്ന ദൈവം ഇവരെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യും? അങ്ങനെ ആലോചിച്ച് സ്വന്തം പുത്രനെ തന്നെ ബലിയായിട്ട് തന്നു. അങ്ങനെ ബലിയായിട്ട് പുത്രൻ മാറുമ്പോഴാണല്ലോ ഈ സ്വർഗവാതിൽ തുറക്കണതും നമ്മൾ പിതാവുമായി ഒന്നിച്ചതും. അതായത് ആദ്യ പാപം, ഉത്ഭവ പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിച്ച് സ്വർഗവുമായിട്ട് നമ്മൾ ഒന്നിച്ചേരും. അത് വിചാരിച്ച് ഒരു കുർബാന കൂടിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കാന്നല്ല, നമ്മുടെ ആ പാപം മൂലം ഉണ്ടായിരുന്ന ബ്ലോക്ക് തീർത്തു. പിന്നെ ഇനിയുള്ള പാപങ്ങൾക്കും നമ്മൾ ഈശോയോടൊപ്പം പരിഹാരം ചെയ്യണം. അപ്പോൾ ഇത്ര വലിയ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആയിട്ടുള്ള ഏറ്റവും വലിയ മാർഗമാണ് പരിശുദ്ധ കുർബാന. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോവുക. ഇപ്പോഴാണ് കുർബാനയ്ക്ക് പോകാനൊക്കെ പറ്റുന്നത്. ഞാൻ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം ചിന്തിച്ചു. വാതിൽ, ആനവാതിൽ എന്ന് പറയുമല്ലോ, അതിൻ്റെ 2 സൈഡിലും 2 വാതിൽ. സൈഡിലത്തെ വാതിൽ കൂടെയാണ് ഞങ്ങൾ കടക്കുക, അപ്പുറത്ത് ആണുങ്ങളുടെ വാതിൽ. അപ്പോൾ ഈ വാതിൽ കടക്കുമ്പോൾ ഞാനപ്പോൾ പ്രാർത്ഥിക്കും. ഏശയ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഏശയ്യ കാണുന്ന സ്വർഗദർശനം. പിതാവിൻ്റെ വസ്ത്രാഞ്ചലം ദേവാലയം നിറഞ്ഞു കിടക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു സഹോദരിക്കും ഇതുപോലൊരു ദർശനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും, കർത്താവെ, ഞാൻ എൻ്റെ ഈ കാല് വയ്ക്കുന്നത് പിതാവിൻ്റെ വസ്ത്രത്തിലാണ്. പിതാവിൻ്റെ വസ്ത്രം ഇങ്ങനെ, ഞാനതിന് നല്ല രാജകീയമായ വസ്ത്രമായതുകൊണ്ട് ഞാൻ ചുമപ്പ് വസ്ത്രം മനസ്സിൽ കാണും. അങ്ങനെ പിതാവിൻ്റെ തിളങ്ങുന്ന രാജകീയ വസ്ത്രം ദേവാലയം മുഴുവൻ വിരിച്ചിട്ടേക്കുക. അതിലേക്കാണ് നമ്മൾ കയറുന്നത്. അതിലേക്ക് ചെരുപ്പിട്ട് കയറുമ്പോഴത്തെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ ആ സ്റ്റെപ്പ് കയറുമ്പോൾ പറയും, എൻ്റെ സ്വർഗപിതാവേ, നിൻ്റെ വസ്ത്രത്തിന്മേലാണ് ഞങ്ങൾ ചവിട്ടുന്നത്. യാതൊരു യോഗ്യതയുമില്ല. തലേ ദിവസം വരെ വാഗൊണ്ടും മനസ്സുകൊണ്ടും ദേഷ്യവും കോപവും അങ്ങനെ എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തിട്ടുള്ള പാപികളാണ് ഞങ്ങൾ. ഞാനൊരു ബലി സമർപ്പിക്കാൻ വരട്ടെ. യഥാർത്ഥ പെന്തക്കോസ്തായിൽ ഇപ്പോൾ സിസ്റ്ററായിരിക്കുന്ന സിസ്റ്റർ മരിയ പറഞ്ഞു, ഞാനൊരു ബലി സമർപ്പിക്കാൻ വരട്ടെ എന്ന് നീ അനുവാദം ചോദിക്കണമെന്നാണ് ഈശോ ആ സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്. ഞാനും ചോദിക്കും, ദൈവമേ, പിതാവേ, ഞാനൊരു ബലി സമർപ്പിക്കാൻ വരട്ടെ. ഒരു യോഗ്യതയുമില്ല, നിൻ്റെ വസ്ത്രത്തിന്മേലാണ് ഞാൻ ചവിട്ടുന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ സീറ്റിൽ ചെന്നിരിക്കുക. ഇങ്ങനെ ആ യഥാർത്ഥ പെന്തക്കോസ്ത എന്ന് പറയുന്ന ആ ഒരു ദർശനം എന്നെ വളരെയധികം ടച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു സന്ദേശം പറഞ്ഞതിന് ശേഷം പിന്നെ ആ സഹോദരിയെ കണ്ടിട്ടില്ല. മിണ്ടാമഠത്തിൽ പോയി, മിണ്ടാമഠം ഒരു മഠത്തിൻ്റെ ഞാൻ പിന്നീട് കണ്ടിരുന്നു. സിസ്റ്റർ മരിയ ആയിട്ട് അവിടെ മഠമൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. പിന്നെ അവർ ലോകത്തോടൊന്നും പറയുന്നില്ല, അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞു. അത് എന്നെ എപ്പോഴും മനസ്സിൽ ഓരോ കുർബാനയിലും ഞാനതെടുത്ത് നോക്കും. അതുപോലെ എൻ്റെ ഗുരു അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങൾ, അത് തിയോളജിക്കലി പഠനപ്രകാരമുള്ളത്, ഇത് ദർശനപ്രകാരമുള്ളത്, അങ്ങനെ രണ്ടും കൂട്ടി വെച്ചിട്ടാണ് കുർബാനയ്ക്ക് പോവുക. അപ്പം ഞാൻ എൻ്റെ സീറ്റിലിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയും, ദൈവമേ, സ്വർഗപിതാവ് ഇറങ്ങി വരുന്ന ഒരേ ഒരു സന്ദർഭമാണ് പരിശുദ്ധ കുർബാന. കുർബാന എന്ന മഹായാഗം തുടങ്ങാൻ പോകുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന ആ സന്തോഷം, അപ്പസ്തോലന്മാരും സ്ലീഹന്മാരും ശിഷ്യന്മാരും പിന്നെ അവലംഗരീസ്തരും രക്തസാക്ഷികളും വിശുദ്ധരുടെ ഗണം മുഴുവൻ അൾത്താരിൽ ഇറങ്ങി നിൽക്കും. കോടാനുകോടി എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത മാലാഖമാർ വന്ന് അൾത്താരുടെ മറ്റേ സൈഡിൽ നിൽക്കും. അതുപോലെ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ, നെഞ്ചിൽ കൈവച്ചിട്ട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രലപിച്ച് ശുദ്ധീകരാത്മാക്കളൊക്കെ വന്ന് നിൽക്കും. അവർ അൾത്താര ബേമയ്ക്ക് അപ്പുറത്തുള്ള ഹൈക്കലയിലും ബേമയുടെയും ഇടയിലുള്ള സ്ഥലത്ത് അവർ നിന്ന്
കരഞ്ഞ് പ്രലപിക്കാൻ, ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കാണും. അങ്ങനെ പരിശുദ്ധ ബലി സമർപ്പിക്കാൻ തുടങ്ങും. അച്ഛൻ വരും. ഇപ്പോഴും വായിൽ അച്ഛൻ വരും എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ബൈബിൾ എടുത്ത് പുരോഹിതൻ കാപ്പയിട്ട് വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് അച്ഛൻ വരും, കുർബാന തുടങ്ങും. ഓരോ നിമിഷവും ഞാനിങ്ങനെ ഓർക്കും, ഇന്നത് എങ്ങനെ. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ധ്യാനിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് ഇരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ ഈ കുർബാനയിൽ കുറച്ച് ദിവ്യമായ അനുഭവങ്ങൾ കർത്താവ് തരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. കർത്താവെ, ഈ പാപിയോട് ഇത്രമാത്രം കരുണ കാണിക്കുന്നല്ലോ. ഇന്നലെ മഞ്ഞുമാതാവിൻ്റെ തിരുനാളാണ്. ഇന്നലെ നമ്മുടെ അവിടെ റെഡ് അലേർട്ടാണ്. ഭയങ്കരമായ ഇടിയും മഴയും. ഓരോ പ്രാവശ്യവും ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ, ഞങ്ങൾക്ക് വെള്ളം പോകാൻ അധികം ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുക. ഒരു മഴ ശക്തമായിട്ട് പെയ്ത് കഴിഞ്ഞാൽ കാർപ്പുറച്ച് വരെ വെള്ളം വരും. 3 മഴ ശക്തമായിട്ട് പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഞങ്ങളെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരും. ഇനിയിപ്പോൾ ഡാം തുറന്നാൽ പറയണ്ട, കെട്ടി പലായനം ചെയ്യേണ്ട വരും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട്. 30 വർഷം 35 വർഷമൊക്കെ മുമ്പ് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഒരിക്കലും വെള്ളം കയറിയിട്ടില്ല. ഇപ്പോഴത്തെ പ്രതിഭാസങ്ങളാണത്. എല്ലാം കുറച്ച് മനുഷ്യരുണ്ടാക്കുന്നതും കുറേയൊക്കെ നമ്മൾ കാര്യങ്ങളൊന്നും ശരിക്കും ചെയ്യാത്തത് കൊണ്ടും വരുന്ന വെള്ളപ്പൊക്കമാണ്. അതാണ് സങ്കടം. ഇവിടെ കണ്ടമാനം ജലാശയങ്ങളുള്ള ഒരു പ്രദേശമാണ്. വെള്ളത്തിന് ഒഴുകി പോകാൻ ജലാശയങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ശരിയായിട്ട് നമ്മൾ കൊണ്ടുപോകാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ വെള്ളം മഴ അലേർട്ട് വന്നതോടുകൂടി ഞങ്ങൾ വെള്ളം എപ്പോൾ പൊങ്ങും. ഇന്നലെ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങേണ്ട ദിവസമാണ്. പ്രാർത്ഥന 10:30 തുടങ്ങും. അതിനു മുമ്പ് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മഴയാണ് പെയ്യുന്നത്. വെള്ളം പതുക്കെ പോർച്ചിലേക്ക് വരാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി ആ മഴയത്ത് ഇടിയുടെ സമയത്തും പിന്നെ നമ്മൾ പിക്കാസൊക്കെ എടുത്ത് ഇവിടെ നിന്ന് വരുന്ന വെള്ളം ഒഴുകി പോകാനൊരു മാർഗം പിന്നിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ചെയ്തു. അതിന് പെരും മഴയാണ്. മനസ്സാകെ വിഷമിച്ചു. കാരണം ഈ പ്രാർത്ഥന മുഴുവനാക്കാൻ പറ്റുമോ, വരുന്നവരെയൊക്കെ പറഞ്ഞു വിടേണ്ട വരുമോ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് മഞ്ഞുമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്നലെ മഞ്ഞുമാതാവിൻ്റെ തിരുനാളാണ്. ഇന്നലെ പുലർച്ചെ കുർബാനയ്ക്ക് പോകുമ്പോൾ കുർബാനയിൽ കയറിയപ്പോഴും ഞാനിത് മനസ്സിൽ വെച്ചു, ഇന്ന് മഞ്ഞുമാതാവിൻ്റെ തിരുനാളാണല്ലോ. അപ്പോൾ മഞ്ഞുമാതാവിൻ്റെ പള്ളിയിൽ നല്ല രസമായിട്ട് നീല ഷോളൊക്കെ ഇട്ടിട്ട് ആ പള്ളി ഇങ്ങനെ അലങ്കരിച്ചതൊക്കെ കണ്ടാൽ കൊതിയാവും, നമുക്ക് പോയി കാണാൻ തോന്നും. മഞ്ഞിൻ്റെ പ്രതീകമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാൻ നിന്നു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിലെ ഈശോയാണ് അൾത്താരയിലെന്ന് നമുക്കുള്ളിൽ അറിയാമെങ്കിലും നമ്മൾക്ക് ആ ബോധ്യത്തോടു കൂടി ആയിരിക്കില്ല നമ്മളവിടെ നിൽക്കുക. നമ്മുടെ അച്ഛൻ, നമ്മുടെ ജോസച്ചൻ, നമ്മുടെ ജോൺസണച്ചൻ, നമ്മുടെ ആൻ്റച്ചൻ, ഇങ്ങനെയാണ് നമ്മൾ പറയുക, വിചാരിക്കുന്നത് മനസ്സിൽ. അങ്ങനെ അച്ഛൻ വന്നു, കുർബാന തുടങ്ങി. അപ്പോഴും എൻ്റെ ഉള്ളിൽ ദൈവമേ, മഞ്ഞുമാതാവിൻ്റെ തിരുനാളല്ലേ. ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലത്തെ മാതാവിനെ അലങ്കരിച്ചത് നോക്കണേ ഇല്ല. ഞാൻ അൾത്താരയിലേക്കുള്ള മാതാവിനെ മാത്രമാണ് നോക്കണത്. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, മാതാവേ, ഇന്ന് മഞ്ഞുമാതാവിൻ്റെ പെരുന്നാളല്ലേ, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലും നീ എന്നല്ലേ, നീ മഞ്ഞിറക്കി ഞങ്ങളെ സംരക്ഷിക്കണേ. നിൻ്റെ മഞ്ഞിൻ്റെ ഒരു അടയാളമൊന്നും ഞങ്ങൾക്ക് കാണാനായിട്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ കാതിലൊരു സ്വരം കേട്ടു, മോളെ, വലത്തുവശത്ത് നിൽക്കുന്ന നിൻ്റെ മാതാവിൻ്റെ രൂപത്തിലേക്കൊന്ന് നോക്കിയേ എന്ന്. അപ്പോഴാണ് ഞാൻ വലത്തുവശത്ത് വലിയൊരു മാതാവിൻ്റെ സ്റ്റാച്ചു, ഉണ്ണീനെയും കൈപ്പിടിച്ച് നിൽക്കുന്ന മാതാവ്, അത് തന്നെയാണ്. ഉണ്ണീനെ കൈപ്പിടിച്ച് നിൽക്കുന്ന മാതാവാണല്ലോ മഞ്ഞുമാതാവ്. ഈ നമ്മുടെ പള്ളിപ്പുറത്തുള്ള മഞ്ഞുമാതാവ് ഉണ്ണീനെ കൈപ്പിടിച്ച് നിൽക്കണ്ട. അപ്പോൾ ഞാൻ ഇവിടുത്തെ മാതാവിനെ എന്താ നോക്കിയപ്പോൾ, പ്രിയ സഹോദരൻ, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് അത്ഭുതമൊന്നുമല്ല കേട്ടോ, ഞാൻ ശ്രദ്ധിക്കാത്തതാണ് കാര്യം. ഞാൻ എന്നും മാതാവിനെ മുത്തി പോരുന്നുണ്ട്, പക്ഷെ ഞാനിത് ശ്രദ്ധിക്കാറില്ല. അപ്പം മാതാവ് എന്നോട് പറഞ്ഞു, മോളെ, നിൻ്റെ വലത്ത് വശത്ത് നിൽക്കുന്ന നിൻ്റെ അമ്മേനെ ഒന്ന് നോക്കിയെന്ന് ചോദിച്ചപ്പോൾ അവിടെ മഞ്ഞിൻ്റെ കളറുള്ള ഒരു ഷോളാണ് അമ്മ സംഘക്കാരാവും ആരോ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ ബാക്കിൽ. എൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. ദൈവമേ, മഞ്ഞിൻ്റെ പ്രതീകമാണല്ലോ ഇത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയെ, ഞാനിത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ എപ്പോഴും അമ്മയുടെ മുഖത്ത് നോക്കി എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് വിമല ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ച് പോരുള്ളൂ. അങ്ങനെ ഒരു ആദ്യത്തെ അനുഭവം. കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 6-ാം തീയതി ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ ദിവസം കൂടിയാണല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് എന്നോട് ഈശോ പറയാണ്. അതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്തത്.
ഇന്ന് ഈശോ തനിക്ക് ഇഷ്ടപ്പെട്ട 3 ശിഷ്യന്മാരെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ടാണ് താബോർ മലയിലേക്ക് പോകുന്നത്. എന്നിട്ടാണ് അവിടെ രൂപാന്തരീകരണം സംഭവിക്കുന്നതും അവിടെ അവർ കണ്ടു മോശ, ഏലിയാസും കർത്താവ് 3 പേര് നിൽക്കുന്നതും. അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു കൂടാരം കെട്ടി താമസിക്കാം എന്ന്. അങ്ങനെ ഈ രൂപാന്തരീകരണം കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ദൈവം മനസ്സിലാക്കി കൊടുത്തത് വേറെ രഹസ്യമായിട്ടുള്ള സമ്മാനമൊന്നുമല്ല അപ്പസ്തലന്മാരുടെ ഇടയിൽ നിന്ന് വിളിച്ചിട്ട് കൊടുത്തത്. അവരോട് പറഞ്ഞത് ഇതാ സഹനം വരാൻ പോകുന്നുണ്ട്, ഇനി കുരിശുമരണം വരാൻ പോകുന്നുണ്ട്, പീഡാസഹനുണ്ട്, അത് സഹിച്ചാൽ നിങ്ങൾക്ക് മഹത്വം ഉണ്ടാകും എന്നാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്. ഈ രൂപാന്തരീകരണത്തിന്റെ സമയത്ത് അപ്പസ്തലന്മാർക്ക് സ്വർഗം എന്താണെന്ന് രുചിച്ചറിയാൻ പറ്റി. സ്വർഗത്തിന്റെ ദർശനം. ഈ സ്വർഗം കിട്ടണമെങ്കിൽ, നമ്മൾ രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മൾ സഹനത്തിൽ കൂടെ രൂപാന്തരപ്പെട്ട് വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കണമെന്നും അവർക്ക് മനസ്സിലായി. വരാൻ പോകുന്ന സഹനം അവർക്ക് കാണിച്ചു കൊടുത്തു. നമുക്കറിയാം 4-ാം ശതാബ്ദം മുതൽ തന്നെ ഈശോയുടെ മറുരൂപ പെരുന്നാൾ എന്നാണ് ഇതിനെ പറയുക, കൊണ്ടാടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം പ്രിയ സഹോദരങ്ങൾ. അപ്പോൾ ഈ മറുരൂപ പെരുന്നാളുടെ അന്നാണ് ഞാനിത് പറയുന്നത്. ഇന്ന് ഈശ്വര രൂപാന്തരീകരണത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് ഇത് തന്നെയല്ലേ? സ്വർഗത്തിൻ്റെ ഒരു ആസ്വാദനമല്ലേ നമുക്ക് തരുന്നത്? ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചാൽ നമുക്ക് കിട്ടുന്നത് സ്വർഗമാണ്, നിത്യജീവനാണ്. എനിക്കത് നന്നായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ അത് ഈശോ പറയുന്ന ഇതാണ് എന്ന്. അപ്പം ഞാനങ്ങനെ ധ്യാനിച്ച് കുർബാന കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ മഞ്ഞുമാതാവിൻ്റെ ഒരു പ്രസൻസ് അവിടെ എനിക്ക് ലഭിച്ചു. ഞാൻ പറഞ്ഞു, മഞ്ഞുമാതാവെ മഞ്ഞിറക്കിയിട്ട് ഞങ്ങളുടെ ഈ നാടിനെ നീ സംരക്ഷിക്കണേ. ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾക്ക് പലായനം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് വയ്യ, അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഓടിപ്പിക്കരുത്, മഞ്ഞിറക്കി ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഉണ്ടായ ഒരു അത്ഭുതം പറയാനാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ കുറേ 100 നാവാണ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ മഞ്ഞ് പെരുന്നാളായിട്ട് അച്ഛനെപ്പോഴും കുർബാന തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ചെറിയൊരു ടിപ്പ് പറയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു ചെറിയ ഒരു 1-2 സെൻറ്റൻസ്, 1 മിനിറ്റ് 2 മിനിറ്റ്, അത്രയും കൂടുതലൊന്നും പറയില്ല. അത് നമുക്ക് കുർബാന കൂടാനുള്ളൊരു ഭയങ്കര പ്രചോദനമാണ്. അപ്പം എനിക്ക് വയ്യെങ്കിലും ആ ടിപ്പ് പറയുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിൽക്കും, എന്താണ് പറയുന്നത് കേൾക്കാൻ. അത് കഴിഞ്ഞ് കുർബാന തുടങ്ങുമ്പോൾ ഞാൻ ഇരിക്കും, എനിക്ക് വയ്യാണ്ട്. അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ അച്ഛൻ തരാറുണ്ട്. ആ ഒരു ബോധ്യത്തിലാണ് കുർബാനയ്ക്കായിട്ട് ഞങ്ങളെ ഒരുക്കുക. അപ്പോൾ ഒരു വലിയ അനുഭവമാണ് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് കുർബാനയുടെ അച്ഛനാണല്ലോ കുർബാന ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു അനുഭവം ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഇൻട്രഡക്ഷൻ തന്ന് ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് തുടങ്ങിയപ്പോൾ, ദൈവമേ അച്ഛൻ ഇന്ന് മഞ്ഞുമാതാവിൻ്റെ പെരുന്നാളായിട്ട് എന്തെങ്കിലും ഒരു മഞ്ഞിനോട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞെങ്കിൽ ഈശോയെ, ഞാനിങ്ങനെ പറയണുള്ളില്ല മഞ്ഞിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞെങ്കിൽ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ചെവിയിൽ കേൾക്കുന്ന ശബ്ദം, ആ ശബ്ദം ഈശോയുടെയാണെന്ന് ഞാൻ ഇന്നലത്തെ കുർബാനയിൽ വീണ്ടും തിരിച്ചറിയാണ്. ഈശോ പറഞ്ഞു, സമാധാനമായിട്ട് നിൽക്ക്. ഞാൻ മാതാവേ മഞ്ഞിൻ്റെ പ്രതീകം കാണിച്ചു തന്നു, ഇനി മഞ്ഞ് എന്തെങ്കിലും അച്ഛൻ്റെ അതിരങ്ങളിൽ നിന്ന് വരുമോ? ആ സമയത്താണ് അച്ഛൻ ഒരു ഐസ്ബർഗിനെ കുറിച്ച് എന്തോ പറഞ്ഞു. അതായത് നമ്മൾ ഒരു രാജ്യത്ത് അങ്ങനെയാണ് തരാം, ഐസ് വലിയ കട്ടകൾ ഇങ്ങനെ കിടക്കണ കാണും, കടലിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കാണാൻ കുറച്ച് ഭാഗം മാത്രമേ മുകളിൽ കാണുള്ളൂ, അതിൻ്റെ വലിയ പോർഷൻ അടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഐസ് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു അനുഭവം ഉണ്ടായി. ദൈവമേ, അച്ഛനിങ്ങനെ ഐസിനെ കുറിച്ച് പറഞ്ഞല്ലോ മഞ്ഞുമാതാന തിരുനാളിൻ്റെ അന്ന്. അച്ഛനത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു ക്ലോസ് മാതാവിനോട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ കുർബാനയിൽ നിന്നൊരു ക്ലോസ് വെക്കുന്നു, ഈശോ ഇന്നെൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ അതവിടെ പറയും. ഇത് ഭയങ്കരമായിട്ടൊരു പ്രതിഭാസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇന്നലെ ഉണ്ടായൊരു പ്രത്യേക അനുഭവമാണിത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഈ ഐസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈശോ എൻ്റെ വലതുവശത്ത് നിന്ന് ചെവിയിൽ മന്ത്രിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആ കേട്ട സ്വരം ഈശോയുടെ തന്നെയാണ് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്.
പിന്നെ വേണമെങ്കിൽ അത് എൻ്റെ കാവൽമാലാഖയുടെ സ്വരം ആയിരിക്കാം. ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, വലിയ തിരിച്ചറിവൊന്നുമില്ല. ഒരുപക്ഷെ കാവൽമാലാഖയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈശോയുടെ തന്നെ സ്വരമായിരിക്കാം. നല്ല ഭംഗിയുള്ള ഒരു സ്വരം. ഭംഗി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഇമ്പമുള്ള സ്വരം. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ മഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. അപ്പം ഞാൻ ഈശോയെ എനിക്ക് സമാധാനമായി, ഞങ്ങളുടെ അച്ഛനിൽ നിന്നും ഇത് കേട്ടല്ലോ. അപ്പോഴും ഞാൻ പറയുന്നത് അച്ഛനിൽ നിന്ന് കേട്ടല്ലോ, അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ, അച്ഛൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എനിക്ക് സന്തോഷമായി, ഞാൻ അച്ഛനിങ്ങനെ പറയുന്നതൊക്കെ കേട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ കുർബാന നടന്നു. ഓരോ സന്ദർഭങ്ങളും ഞാനിങ്ങനെ ഓരോ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ ശുദ്ധീകരാത്മാക്കൾ ഇങ്ങനെ വന്നിറങ്ങുന്ന കാര്യം അത് എൻ്റെ ഒരു വിഷയമാണല്ലോ, ശുദ്ധീകരാത്മാക്കൾ. അപ്പോൾ എപ്പോഴും ശുദ്ധീകരാത്മാക്കളെ കാണും ഞാൻ ഈ കുർബാനയിൽ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. അതിൽ എൻ്റെ വേണ്ടപ്പെട്ടവരെയും കാണും, എനിക്ക് ഒരിക്കലും ഓർമ്മയില്ലാത്തവരെയും ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കാത്തവരെയൊക്കെ കാണും, വിജാതിയെ കാണും, അങ്ങനെ പല ആളുകളെ കാണും. എല്ലാം ക്ലിയറായിട്ട് കാണില്ലെങ്കിലും അപ്പോൾ എനിക്ക് തിരിച്ചറിവ് തരും ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ പെട്ടെന്ന് കാണുകയാണ് അത് ഏത് സമയത്താണ്, കാഴ്ച സമർപ്പണ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കും, കണ്ണടച്ച് ഇങ്ങനെ കാണുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ കാണുകയാണ് ഒരുപാട് ശുദ്ധീകരാത്മാക്കളിൽ നിന്ന് തിക്കും തിരക്കും കൂട്ടി കരയുക. തിക്ക് തിരക്ക് കൂട്ടിയിട്ട് ഭയങ്കര ബഹളമാണ് അവിടെ. ആർക്ക് പ്രാർത്ഥിക്കണം, ആർക്ക് വേണം, അങ്ങനെ അവരവർ മുന്നിൽ വന്ന് നിൽക്കുന്നത് അനുഭവം ഞാൻ കാണാം. അപ്പം ഞാൻ ചോദിച്ചു, ഈശോയെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ നീ പറഞ്ഞയച്ച എല്ലാ ശുദ്ധീകരാത്മാക്കളിലേക്കും ഈശോയുടെ തിരുരക്തം ഒഴുകാൻ പിതാവിനുള്ള ഈ കാഴ്ചക്കൊട്ടയിൽ, എൻ്റെ മാലാഖയുടെ കാഴ്ചക്കൊട്ടയിൽ ഇവരൊക്കെ ഇടാണ് കർത്താവെ, കരഞ്ഞുകൊണ്ട് വരുന്ന ശുദ്ധീകരാത്മാക്കൾ. പ്രിയ കൂട്ടുകാരെ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നു, പ്രിയ മക്കളെ നിങ്ങൾ ഓർക്കണം, വിശുദ്ധന്മാർ നമ്മളോട് പറയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കരഞ്ഞു നിലവിളിക്കുന്ന ശുദ്ധീകരാത്മാക്കളുണ്ട് ഇവിടെ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ ഈശോയെ, ഞാനത് കേട്ടപ്പോൾ ഈ അച്ഛനെല്ലാം എൻ്റെ ചെവിയിൽ പറയുന്ന കാര്യമാണല്ലോ ഈ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുന്നത്. ഇതുപോലെ തന്നെ സ്വർഗപിതാവിൻ്റെ തിരുനാളിൻ്റെ അന്നും എനിക്ക് ഒരനുഭവം ഉണ്ടായി. ഞാനിങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ തിരുനാൾ അങ്ങനെ നമ്മൾ സഭയിൽ ആഘോഷിക്കുന്നതല്ലോ, അതൊരു പേഴ്സണൽ റെവലേഷൻ അല്ലേ എവജിനിയമ്മയ്ക്ക് കൊടുത്തത്. അപ്പം ഞാനെൻ്റെ അത് മനസ്സിൽ വെച്ചിട്ട് പിതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് ധൂർത്തുപുത്രൻ്റെ ഉപമയാണ് എടുത്തിട്ടുള്ളത്. അതായത് സ്വർഗപിതാവിൻ്റെ സ്നേഹം ധൂർത്തടിച്ച പിതാവ്, അതാണ് സ്വർഗപിതാവ്. എത്ര പാപം ചെയ്താലും നമ്മളുടെ അടുത്ത് മോനെ കാത്തിരിക്കുന്ന പിതാവ്. ഇതാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എന്നോട് ഈശോ പറഞ്ഞു, മോളെ സ്വർഗപിതാവ് നിൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഉള്ള സഹനങ്ങൾക്കും ഒരു പദ്ധതിയുണ്ട്. ഈ സ്വരം ഞാൻ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയണു, പിതാവായ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇതേ വചനം തന്നെ അച്ഛൻ അവിടെ അടുത്ത് പറയാം. അപ്പം ഞാൻ ചോദിച്ചാൽ ഇതെന്ത് ഇങ്ങനെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അച്ഛൻ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ അതിശയിച്ചിരിക്കുക. അപ്പോഴാണ് ഇന്നലെ ഈ അനുഭവം ഉണ്ടായത്. അച്ഛൻ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പറയുന്നു. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ ഈശോയെ, നീ പറയുന്നതൊക്കെ എന്താ ഈ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയണത് എന്ന്. ഞാൻ അപ്പം കേട്ടൊരു സ്വരമാണ് സഹോദരൻ ഞാൻ നിങ്ങളോട് പറയണത്. അത് നിൻ്റെ അച്ഛനല്ല, അത് ഞാനാണ്, നിൻ്റെ ഈശോ. ഞാൻ ഈ സ്വരം കേട്ടപാടെ ഐസായി. ഞാൻ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് നിൽക്കണം കേട്ടോ. കണ്ണടച്ച് ഞാൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കണ്ണടയ്ക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത് പോലെ ഈ പാപി ഒരിക്കലും പ്രത്യക്ഷീകരണമല്ല പറയണത്, പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പം ഈ മഞ്ഞിൻ്റെ അനുഭവവും അച്ഛൻ മഞ്ഞ് പറയുന്നു, പിന്നെ അച്ഛൻ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പറയുന്നു. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈശോയെ നീ പറയുന്നത് മുഴുവൻ ഇവിടെ എന്താ ഈ അച്ഛൻ പറയണത്, ഞാൻ കേൾക്കുന്നത് മുഴുവൻ അച്ഛൻ്റെ ആൾത്താരയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഈ സ്വരം കേട്ടെ, മോളെ അത് നിൻ്റെ അച്ഛനല്ല, അത് ഞാനാണ്, നിൻ്റെ ഈശോയാണതെന്ന്. പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന മഹാ അത്ഭുതം, മഹായാഗം ഓരോ ഇടവക പള്ളിയിലും നടക്കുമ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഈശോ വിശുദ്ധ വസ്ത്രങ്ങളിട്ട് നമ്മുടെ ഈശോ അൾത്താരയിൽ വന്ന് ബലിയാകുകയാണ്. അത് നമ്മുടെ അച്ഛൻ, നമ്മുടെ ജോൺസനച്ഛൻ, നമ്മുടെ ജോസച്ചൻ, നമ്മുടെ ആൻ്റച്ഛനല്ല. അത് അവർ കാപ്പയിട്ട്
അൽത്താരയിലേക്ക് വിശുദ്ധ ഗ്രന്ഥവും പിടിച്ചു വരുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് വരുമ്പോൾ അവർ ഈശോയായിട്ട് മാറുകയാണ്. പേഴ്സണൽ ലൈഫിൽ ആ അച്ഛന് എന്ത് കുറവുകളുണ്ടെങ്കിലും അതൊന്നും അവിടെ വില പോകില്ല. ഈശോ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലാണ് നമ്മളായിരിക്കുക. ഈശോ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന ഒരിക്കലും വിലയില്ലാതെ പോകില്ല. അച്ഛൻ പേഴ്സണലി എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആ സമയം അച്ഛൻ ഈശോയാണ്. അതുകൊണ്ട് ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് പരിശുദ്ധ കുർബാനയിലായിരിക്കണമെന്ന് എനിക്ക് ഇന്നലെ വലിയ ബോധ്യം കിട്ടി. ഞാൻ സന്തോഷം കൊണ്ട് നിറഞ്ഞത് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇടയിൽ വെള്ളം പോലും കുടിക്കാൻ മറന്നു. മാത്രമല്ല ഈ കാഴ്ചയും ഈ സ്വരവും കേട്ടതോടുകൂടി ഞാനവിടെ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക. ബാക്കി എല്ലാവരും ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി. ഞാനിങ്ങനെ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് കണ്ട് ഈശോ പറയുന്നതും കേട്ട് അച്ഛനിങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ചോദിച്ച് ഈശോയോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈശോയുടെ സംസാരം കേട്ട് ഞാനങ്ങനെ ധരിച്ചു നിന്ന് പോയി. കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഞാൻ മാത്രമേ എഴുന്നേറ്റ് നിൽക്കണേ. ഞാനപ്പോൾ ഇരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഹൃദയത്തിലെ ഒരു അലയടിയാണ്. ദൈവമേ, ഈശോയല്ലേ ഓരോ പരിശുദ്ധ കുർബാനയിലും നമുക്ക് വേണ്ടി സമയം കളഞ്ഞ് നമ്മളെ രക്ഷിക്കാൻ വരുന്നത്. ഈ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണേ കർത്താവേ. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ഈശോ ഒരു കാര്യം ചോദിച്ചു, മോളെ, ഈ കുർബാന നിൻ്റെ ഉള്ളിലുണ്ടെന്ന് നീ എത്ര സമയം നീ ആലോചിക്കും? ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും ഇത് മറന്നു പോവും. ലോകത്തിലായിരിക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഓർക്കും, ഇപ്പോൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യപ്പോഴും ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. ഈശോ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ കുർബാനയായിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, എൻ്റെ ഉള്ളിൽ വന്ന് വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും സ്തുതിയും ആരാധനയും. അതുപോലെ തന്നെ വേറൊരു അനുഭവം ഉണ്ടായതാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ വിളിക്കണം. നമ്മൾക്ക് യോഗ്യത ഇല്ലല്ലോ. അപ്പം അമ്മയെ വിളിക്കണം എന്നാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് യഥാർത്ഥ മരിഭക്തിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എന്ന് അമ്മയെ വിളിക്കും. അപ്പോൾ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മ കുർബാന സ്വീകരിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വേറൊരാൾക്ക് ഇത് കണ്ടത്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് പറയുന്നത്. ഞാൻ മാത്രം കണ്ടതല്ല, മറ്റൊരാളും ഇത് കണ്ടു. പരിശുദ്ധ അമ്മ വന്ന് എൻ്റെ അടുത്ത് കുർബാന സ്വീകരിക്കുന്നത്. നമ്മൾ സ്വീകരിക്കുമ്പോൾ എൻ്റെ അടുത്തുനിന്നല്ല, ആരൊക്കെ പ്രാർത്ഥിക്കുന്നു അമ്മേനെ വിളിക്കുന്നു അവരുടെ അടുത്തൊക്കെ അമ്മ വന്ന് കുർബാന സ്വീകരിച്ച് അത് നമുക്ക് ചാവുദോഷം അല്ലാണ്ടാക്കി തരും. അപ്പോൾ ഞാൻ ഇന്നലെ കുർബാന സ്വീകരിച്ച് വരുമ്പോൾ കണ്ട കാഴ്ചയാണ്. പരിശുദ്ധ അമ്മ കുർബാന സ്വീകരിക്കുന്നു. 2 കാവൽ മാലാഖമാർ തിരികളുമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു. അങ്ങനെ ഈ കാവൽ മാലാഖമാരുടെ അകമ്പടിയോട് കൂടെയാണ് നമ്മൾ കുർബാന സ്വീകരിച്ച് വരുന്നത്. നമ്മുടെ ഈശോയിനെ അമ്മയാണ് ചാവുദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്നത്. കാരണം നമുക്ക് യോഗ്യതയില്ലല്ലോ, മരണം വരെ നമുക്ക് യോഗ്യതയില്ലല്ലോ ഈ ദൈവത്തിനെ സ്വീകരിക്കാൻ. ഈശോ ദൈവമല്ലേ, നമ്മൾ പാപികളല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് അമ്മയുടെ കൂട്ടുപിടിക്കണം. കാരണം പാപമില്ലാത്തവൾ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ സ്വീകരിച്ച അമ്മ അതിനെ ശരിയാക്കി കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് തരും. ആ ഒരു പ്രത്യാശയിലാണ് ഞാൻ ഇന്ന് വരെ പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ടിട്ടുള്ളൂ. ഇനിയും ഉൾക്കൊള്ളുള്ളൂ. അല്ലെങ്കിൽ ഈ സ്വീകരിച്ച കുർബാനകൾക്കൊക്കെ നമ്മൾ മാപ്പ് പറയണം. അല്ലെങ്കിൽ മാപ്പ് പറയണം. ഈ ദിവ്യകാരുണ്യം നമ്മുടെ ഹൃദയത്തിലിരിക്കാൻ നമുക്ക് എന്ത് യോഗ്യത. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ സ്വർഗീയ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചത് ഒന്നുമല്ല, വേറെ ഒന്നിനല്ല. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രചോദനമാകുന്നെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും ഇതുപോലെ അനുഭവം. ഞാനിങ്ങനെ ഓരോ അനുഭവം പറയുമ്പോൾ ഒരുപാട് മക്കൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ഫോൺ വിളിക്കുകയല്ല, മെസ്സേജ് ഇടും. അതുപോലെ തന്നെയാണല്ലോ ഞാൻ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചപ്പോൾ ഉണ്ടായ 2 അനുഭവങ്ങൾ പറഞ്ഞത്. അത് കുറേ പേർക്ക് വലിയ സന്തോഷമായി, അവർക്ക് വലിയ അനുഭവമായി എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇത് കഴിഞ്ഞപ്പോൾ എന്നോട് ഈശോ പറഞ്ഞു, നീ ഇത് വേഗം തന്നെ എൻ്റെ മക്കളെ അറിയിക്കണം. ഈ പരിശുദ്ധ കുർബാനയിൽ, നമ്മുടെ ഇടവകപ്പള്ളിയത്തെ കുർബാനയിൽ വേറെ എവിടെ ഓടി നടക്കണ്ട. പരിശുദ്ധ കുർബാന എവിടെ നടക്കണം അവിടെയൊക്കെ ഈശോയാണ് വരുന്നത്. പിതാവ് എഴുന്നള്ളി വരുന്ന സമയമാണത്. അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് പിന്നെ അപ്പോഴേക്കും വെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമായി. ഞങ്ങളത് പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച അങ്ങനെ ഇന്നലെ പ്രാർത്ഥിച്ച് ഉച്ച സമയമായിപ്പോൾ. അപ്പോൾ ഈ മഞ്ഞുമാതാവിൻ്റെ കാര്യം ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ മഞ്ഞുമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, മാതാവേ ഈ പ്രാർത്ഥന മുഴുവനാക്കാൻ പറ്റണേന്ന്. പ്രിയ സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെയിൽ വന്നിരിക്കുന്നു. അപ്പം ഞാൻ അമ്മ മാതാവ് എല്ലാവരും ഇപ്പോൾ നോക്കും, മഞ്ഞുമാതാവ് ഇപ്പോൾ മഞ്ഞല്ല നമുക്ക് വെയിലിറക്കി തന്നിട്ടുണ്ട്.
അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് പറമ്പിൽ കയറിയ എല്ലാ വെള്ളം എവിടെ പോയെന്നറിയില്ല, വെള്ളം മുഴുവൻ പറ്റിയിരിക്കുക. ഇന്നലെ ഉച്ച തൊട്ട് ഇവിടെ ഫ്രീ ആണ്. വലിയ ഗംഭീരമായ മഴ ഉണ്ടായിട്ടില്ല. ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും മഴയില്ല. സ്വർഗപിതാവ് പുത്രനിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഏറ്റുവാങ്ങിയിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. നമുക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഏക ലക്ഷ്യം. അത് പരിശുദ്ധ കുർബാനയായിരിക്കണം. അങ്ങനെ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് മഞ്ഞമ്മ ഞങ്ങളെയും രക്ഷിച്ചു, ഇനിയും രക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് റെഡ് അലേർട്ടാണ്, നമുക്ക് കാത്തിരിക്കാം അമ്മ മാതാവ് എന്താണ് ചെയ്യുക. ഇന്നലെ കുറേ വാട്സപ്പ് സന്ദേശങ്ങൾ വന്നു. ചേച്ചിയുടെ ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങളും മഞ്ഞുമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ അനുഭവം ഉണ്ടായി. ഒരാളുടെ മതിലിടിഞ്ഞ് വീണു പാലക്കാട് വടക്കാഞ്ചേരി ഭാഗത്ത്. രക്ഷിച്ചു, അമ്മ ഞങ്ങളെ രക്ഷിച്ചു. വിജാതീയ സഹോദരങ്ങളാണ് കേട്ടോ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് ഓടി അണയാം. അന്ത്യകാലത്തിനുള്ള ഒരുക്കം, വേറെ ഒരു ഒരുക്കം വേണ്ട. പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊണ്ടാൽ മതി. പരിശുദ്ധ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി. വിശുദ്ധ മിഖായേലിനെ വിളിച്ചാൽ മതി. വിശുദ്ധ മിഖായേലിനെ വിളിക്കാൻ ഒരു പ്രത്യേക സന്ദേശം എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. അതിന് ഒരു പ്രത്യേക അനുഭവം വേറെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം, വീഡിയോ നീണ്ടു പോവുകയാണ്. വിശുദ്ധ മിഖായേലിനെ വിളിക്കുക, വിശുദ്ധ കുരിശ് നമ്മുടെ മുഖമുദ്രയാക്കുക. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. പരിശുദ്ധ അമ്മയാണ് നമ്മെ നയിക്കുക. അതിനുശേഷം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പൊൻകരങ്ങളാണ് നമ്മെ സംരക്ഷിച്ചു കൊണ്ടുപോവുക. അതിനുശേഷം സകല വിശുദ്ധരും മാലാഖമാരും സ്വർഗീയ ഗണങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ കൽപ്പനകൾ പാലിച്ച് ജീവിച്ച പരിശുദ്ധ കുർബാന എന്ന യാഗബലിയിലേക്ക് നമുക്ക് ഓടിയണയാം. അവിടെ അൽത്താരയിൽ നമ്മുടെ അച്ഛനല്ല, അത് ഈശോയാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഈ ബോധ്യത്തോടെ കുർബാന അർപ്പിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവ് നമ്മളെ സന്തോഷപൂർവ്വം സ്വീകരിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ അവരുടെ അടുത്തേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.